ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ വീട്ടിലെ ബട്ടർ മരത്തിൻ്റെ വീഡിയോ ആണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. പരമാവധി പറ്റണ പോലൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ അതിൻ്റെ മോതിരവലയം ചെയ്തതാണ് ആ കാണുന്നത്. അപ്പോൾ ഇത് 14 വർഷമായിട്ട് കായ്ക്കാതെ നിന്നിരുന്നൊരു ബട്ടർ മരമാണ്. അപ്പോൾ ഇതേപോലെ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ അതിന് ഒരു മോതിരവലയം ചെയ്ത് കൊടുത്തിട്ടൊരു 3-4 മാസമൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ നിറയെ പൂവിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിറയെ പൂവിട്ടതിൽ കുറേയൊക്കെ കൊഴിഞ്ഞു പോയി. എന്നാലും ഒരു 1/4 ഭാഗത്തോളം നിറയെ കുറച്ചൊക്കെ കായ ഉണ്ടായിട്ടുണ്ട്. ഒരു 10-25 കായലേറെ നിൽക്കുന്ന കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ വന്ന് കായൊക്കെ ഇങ്ങനെ വലുതായി തുടങ്ങുന്ന ടൈമിലാണ് ഇപ്പോൾ നന്നായിട്ട് ഇല കൊഴിഞ്ഞ് പോവുക. എല്ലാ ഇലയും കൊഴിഞ്ഞു എന്ന് പറയാം. അവിടെ ഇവിടെയൊക്കെ ഓരോ തളിര ഇല മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ ഇലയും കൊഴിഞ്ഞു. കായ ചെറുതായിട്ട് 1-2 കൊഴിഞ്ഞു എന്നല്ലാതെ കായ അങ്ങനെ കൊഴിഞ്ഞൊന്നും പോകുന്നില്ല. കായൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, അത്യാവശ്യം കായ വലുതായി വരുന്നുമുണ്ട്. പക്ഷെ ഇങ്ങനെ ഇല കൊഴിഞ്ഞ് തണ്ട് മാത്രമായിട്ട് നിൽക്കുമോ എന്നുള്ളത് അറിയണില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു പേടി, ഇനി ഇതായിട്ട് ഉണങ്ങി പോവുമോ എന്നൊക്കെ ഒരു പേടിയുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത്. ഞങ്ങളിപ്പോൾ ടെറസിൻ്റെ മീതെ നിന്നിട്ടും പിന്നെ കുറച്ച് താഴെ നിന്നിട്ടൊക്കെയാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. കാരണം മരം അത്യാവശ്യം ഹൈറ്റുള്ളതും ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇത് കുഴിച്ചിട്ടിട്ട് ആദ്യമായിട്ടൊരു കായൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനെയൊക്കെ വീട്ടിൽ നമ്മൾ കുഴിച്ചിട്ട സാധനത്തിന് ഉണ്ടാവും അറിയുമ്പോൾ ഇത് വീട്ടിൽ ജ്യൂസ് അടിക്കാൻ കൊടുന്നൊക്കെ ഒരു കുഴിച്ചിട്ടിട്ടുണ്ടായ മരമാണ്. അപ്പോൾ അത് ഒന്ന് കായ്ച്ച് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ അത് ആ സന്തോഷത്തിലിടക്കപ്പോൾ ഈ ഇലയൊക്കെ കൊഴിഞ്ഞ് കാണുമ്പോൾ ഒരു പേടി തോന്നിയതാണ്. കാരണം അത് മരം ഉണങ്ങി പോവുകയാണോ എന്നുള്ളത്. പക്ഷേ ചെറിയ തളിര ഇല വന്നിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ. പിന്നെ കായ വലുതാവണമൊക്കെ ഉണ്ട്, കായ കൊഴിയണമില്ല. അപ്പോൾ ഇത് ഉണ്ടായിട്ടുള്ളവരാരെങ്കിലും അറിവുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഞാൻ ഫോണിൽ വീഡിയോയിൽ യൂട്യൂബിലൊക്കെ കണ്ടിട്ടല്ലാതെ കായ ഉണ്ടായിട്ട് നേരിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ കായ ഉണ്ടായിട്ടുള്ളവരുടെ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. അതെങ്ങനെയാണ്, ഇല കൊഴിയോ എന്നിട്ടാണോ ഉണ്ടാവുക എന്താണെന്നുള്ളത്. അപ്പോൾ അതൊന്നും അറിയാനും കൂടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അറിയാവുന്നവരൊന്ന് പ്ലീസ് കമൻറ്റ് ചെയ്യണം. പിന്നെ അപ്പോൾ വേണ്ട, കായകളൊക്കെ അത്യാവശ്യം വലുതായി വരുന്ന ടൈമാണ്. അപ്പോഴാണ് ഇങ്ങനെ എല്ലാം ചില്ലിയായിട്ട് നിൽക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇല നന്നായിട്ട് നനച്ചു കൊടുത്തിരുന്നു. ആദ്യമൊക്കെ ഒരു നേരം നനച്ചിരുന്നുള്ളൂ. ഇപ്പോൾ 2 നേരം നന്നായിട്ട് നനയും കൊടുക്കുന്നുണ്ട്. എന്നിട്ടും ഇങ്ങനെ നിൽക്കുക എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാവണില്ല. അപ്പോൾ എല്ലാവരും ഇതിനെപ്പറ്റി ആരെങ്കിലുമൊക്കെ വീട്ടിലുണ്ടായിട്ട് അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. ഇല കൊഴിഞ്ഞു പോകുമോ എന്നൊക്കെ ഉള്ളത്. ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി വീഡിയോയിലൊക്കെ കാണുമ്പോൾ നിറയെ ഇലയും കായും കൂടെ നിൽക്കുന്നതാണ് കാണുന്നത്. ഇത് കായ മാത്രമേ ഉള്ളൂ, ഇപ്പോൾ മരത്തുമ്മ ഇലയൊന്നുമില്ല. അപ്പോൾ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. അറിയാവുന്നവർ വീട്ടിലൊക്കെ ഉണ്ടായിട്ടുള്ളവരൊക്കെ ഒന്ന് അറിയിക്കണം. പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാം. അപ്പോൾ കുരു മുളപ്പിച്ചതായതുകൊണ്ട് ചിലവരൊക്കെ പറഞ്ഞിരുന്നു കുറേ വർഷം എടുക്കും ഇത് കായ്ക്കാനെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതുവരെയും 1-2 പ്രാവശ്യം ഇത്രയും വലിയ മരമായിട്ട് കായ്ക്കാതായപ്പോൾ വെട്ടാനൊക്കെ പോയതായിരുന്നു. അപ്പോൾ വെട്ടിക്കളയേണ്ട എല്ലാവരും പറഞ്ഞ് കുരു മുളച്ചതാവുമ്പോൾ കുറച്ച് സമയം എടുക്കും എന്ന് പറഞ്ഞതുകൊണ്ടാണ് നിർത്തിയിരുന്നത്. ഇപ്പോൾ 10-14 വർഷമൊക്കെ ആയി. അത്യാവശ്യം മരമൊക്കെ വണ്ണൊക്കെ ആയി നോക്കുമ്പോഴാണ് ഞാൻ ഈ മോതിരവലത്തിൻ്റെ വീഡിയോ കണ്ടു നോക്കുമ്പോൾ അതുപോലെ ഒന്ന് ചെയ്തു നോക്കിയത്. അപ്പോൾ എന്തായാലും അറിയാവുന്നവരൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യുക. എന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.